ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ SSLC മാത്സിലെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിലൊരു 5 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ, പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ, പോളിനോമിയൽ ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്, ജനറൽ സൊല്യൂഷൻ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുമ്പം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് മാറും. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. ഇവിടെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 38 × 32 എന്ന് നമ്മൾ എടുക്കുകയാണ്. ഇതിനെ സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇപ്പം നമുക്കത് ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലെ 38നെ 30 + 8 എന്ന രീതിയിൽ എഴുതുന്നു. അതുപോലെ 32നെ 30 + 2 എന്ന രീതിയിൽ എഴുതുന്നു. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സും സെയിം ആവുന്ന രീതിയിൽ നമുക്ക് തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ 38 × 32 നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? 38 എന്ന് പറയുന്നത് 30 + 8 ആണ്. സോ 30 + 8 × 32 എന്ന് പറയുന്നത് 30 + 2, 30 + 2 ഇങ്ങനെ നമ്മൾ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ x + a × x + b എന്ന ഫോമിലാണ് ഉള്ളത് അല്ലേ. 30 യും 30 ഇവിടെ സെയിം ആണ്. അപ്പോൾ അതിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ x + a × x + b എന്നുള്ള ഫോമിലാണ് ഇതുള്ളത്. അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് x + a × x + b എന്ന് പറയുന്നത് നമ്മളെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ബ്രാക്കറ്റിലുള്ള എക്സിൻ്റെ ടേമിനെ അടുത്ത ബ്രാക്കറ്റിലുള്ള രണ്ട് ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x × x, x² + x × b, bx. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇതാണ് bx പ്ലസ് പിന്നെ നമ്മൾ രണ്ടാമത്തെ ടേമിനെ അപ്പുറത്തെ ബ്രാക്കറ്റിലുള്ള രണ്ട് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. a × x, ax + a × b, ab. ഓക്കെ, അപ്പോൾ എന്ത് വരും? x² + bx + ax. ഇവിടെ രണ്ടിലും x കോമൺ ആണ്. സോ എക്സിനെ പുറത്തെടുക്കുക. ശേഷം അവിടെ ഉള്ളത് ബിയും എയും ആണ്. സോ a + b. ഓക്കെ, അതായത് bx + ax എന്നുള്ളതിനെ ജസ്റ്റ് എക്സിനെ പുറത്തെടുത്തു കോമൺ ആയിട്ട്. എന്നിട്ട് a + b എന്ന് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി കൊടുത്തു പ്ലസ് ab. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ x + a × x + b എന്ന് പറയുന്ന ടേമിനെ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈ നമ്പറിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അഥവാ ഇപ്പം x + a × x + b എന്ന് പറയുന്ന ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നാമത്തെ ബ്രാക്കറ്റിലുള്ള ടേമിനെ അടുത്ത ബ്രാക്കറ്റിലുള്ള രണ്ട് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 30 × 30, 30² + 30 × 2 അതങ്ങനെ തന്നെ എഴുതി കൊടുക്കാം. പിന്നെ പ്ലസ് പിന്നെ ഈ രണ്ടാമത്തെ ടേമിനെയും അതുപോലെ ചെയ്യാം. അപ്പോൾ 8 × 13 + 8 × 2, 16. ഓക്കെ, ഞാൻ ഇതിനെ രണ്ടിനെയും മാത്രം ആൻസർ അപ്പം തന്നെ എഴുതിയില്ല. കാരണം ഇവിടെ 30 കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് 30² + 30 കോമൺ ആയിട്ട് എടുക്കുക. ഇതിൽ രണ്ടിലും 30 ഉണ്ട്. അതിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് 2 + 8 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ bx + ax എന്നുള്ളതിനെ a + bx എന്ന് എഴുതിയതുപോലെ ഇവിടെയും ആ ഒരു ഫോമിലാണുള്ളത്. അഥവാ 2 × 13 + 8 × 13. ഓക്കെ, അപ്പോൾ അതിൽ 2 8ഉം നമ്മൾ ഒരു ബ്രാക്കറ്റിലിട്ടു. 30 രണ്ടിലും കോമൺ ആയതുകൊണ്ട് അതിനെ പുറത്തെടുത്തു. ഓക്കെ, + 16. അപ്പോൾ നമുക്ക് 30² 900 ആണ്. 30 × 2 + 8 എന്ന് പറയുന്നത് 10 + 16. അപ്പോൾ ആൻസർ വരുന്നത് 900 + 30 × 10 300 + 16. ആൻസർ 1216 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് ഇതിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം 38നെ 30 + 8 എന്നും 32നെ 30 + 2 എന്നും എഴുതി. ഓക്കെ, അത് ഇവിടെ ഉള്ളത് എങ്ങനെയാണ്? 30 + 8 × 30 + 2. ഇതിൽ 30 എന്ന് പറയുന്നത് രണ്ടിലും ഒരുപോലെ ഉണ്ടല്ലേ. രണ്ടിലും 30 എന്ന് പറയുന്ന സംഖ്യ ഉണ്ട്. അപ്പോൾ ആ 30യെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഇതെന്തിനാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്? കാരണം നമുക്ക് ഈ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ ഒരു ജനറൽ ഫോമിലാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ എക്സ് ആയിട്ട് എടുത്തത്. അപ്പം അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതിൽ
രണ്ടും സെയിം ഉള്ളത് 30 ആണ്. സോ 30 ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പം നമുക്കിതെങ്ങനെ കിട്ടും? എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 2. ഓക്കെ, ഇത് എന്ന് പറയുന്നത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആണ്. കാരണം ഇതിൽ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ 1 ആണ്. സോ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിലും ഇതിൽ എക്സിലെ ഏറ്റവും വലിയ പവർ 1 ആണ്. സോ ഇതും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x പ്ലസ് 8 ഇൻറ്റു എക്സ് 8x പ്ലസ് 8 ഇൻറ്റു 2 16. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 2xലും 8xലും എക്സ് കോമൺ ആണ്. അതിനെ പുറത്തെടുത്തിട്ട് 2 + 8 + 16. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2 + 8 എന്ന് പറയുന്നത് 10x + 16. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. കാരണം ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ 2 ആണ്. സോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. എന്താ നമ്മളിപ്പോൾ ചെയ്തത്? നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതിനു വേണ്ടി നമ്മൾ എക്സ്പാൻഡ് ചെയ്തതിനെ അതിൽ സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്ത് എഴുതി. ഇതാണ് ഈ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഈ ജനറൽ പ്രിൻസിപ്പിളിനെ നമ്മളൊരു ആൽജിബ്രൈക് ഐഡൻറ്റിറ്റി ആക്കി എഴുതിയിട്ടുണ്ട്, അഥവാ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാക്കി എഴുതി. നമ്മുടെ ജനറൽ പ്രിൻസിപ്പിൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിരുന്നു. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാക്കി മാറ്റാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്ടത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതുപോലത്തെ ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഡൗട്ടൊക്കെ മാറും. ഞാനിവിടെ 2 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡിലൊന്ന് എഴുതി കൊടുക്കണം. കാരണം നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്നുള്ളത് ടീച്ചർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൻസർ സൈഡിൽ എഴുതി കൊടുക്കുക കേട്ടോ, ആൻസർ പേപ്പറിൻ്റെ. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളോട് ചോദിക്കുക ഇതിലെ ജനറൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ആൽജിബ്രൈക് ഐഡൻറ്റിറ്റി ആക്കി ഈ നമ്പേഴ്സിനെ എഴുതുക എന്നുള്ളതാണ്. അതായത് ഈ നമ്പർ മൾട്ടിപ്ലിക്കേഷനെ നമ്മളൊരു ആൽജിബ്രൈക് ഐഡൻറ്റിറ്റി ആക്കി എഴുതുക. അതാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തത്. അതുപോലെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ 43യെ 40 + 3 എന്നും 47നെ 40 + 7 എന്നും എഴുതി കൊടുക്കുക. ശേഷം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 40 + 3 × 40 + 7. ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ സൈഡിൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളോടിപ്പം ക്വസ്റ്റ്യനിൽ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് സൈഡിൽ എഴുതി കൊടുത്താൽ മതിയാവും. അപ്പം 40 × 40 40 സ്ക്വയർ പ്ലസ് 40 × 7 പ്ലസ് 3 × 40 പ്ലസ് 3 × 7 21. അപ്പോൾ 40 സ്ക്വയർ പ്ലസ് 40 × 7 പ്ലസ് 3 × 40. ഇതിൽ രണ്ടിലും 40 കോമൺ ആണ്. അതിനെ പുറത്തെടുക്കുക. ശേഷം 7 + 3 ഒരുമിച്ച് ചെയ്താൽ ഓക്കെ പ്ലസ് 21. 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1600 പ്ലസ് 40 × 7 + 3 എന്ന് പറയുന്നത് 10 ആണ് പ്ലസ് 21. അപ്പോൾ 1600 പ്ലസ് 40 × 10 400 പ്ലസ് 21. 1600ഉം 400ഉം കൂട്ടിയാൽ 2000 പ്ലസ് 21 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 2021. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ കിട്ടി. നമ്മളോട് പറയുന്നത് ഇതിനെ ജനറൽ പ്രിൻസിപ്പിളാക്കി ഒരു ജനറൽ പ്രിൻസിപ്പിൾ മെത്തേഡിലൂടെ ഇതിനെ ഒരു ആൽജിബ്രൈക് ഐഡൻറ്റിറ്റി ആക്കി എഴുതാനാണ്. അപ്പോൾ നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? ഇങ്ങനെ ഒരു നമ്പർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു മെത്തേഡ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ ഇവിടെ 40 + 3 × 40 + 7 എന്നാണ് ഈ സാധാരണ നമ്മുടെ 43യും 47നെയും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനെ നമ്മൾ അതിൽ രണ്ടിലും 40 ഒരുപോലെ ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. അപ്പം നമുക്ക് 40 + 3 എന്നുള്ളത് എക്സ് + 3 എന്നും 40 + 7 ഉള്ളത് എക്സ് + 7 എന്നും കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷനെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി എഴുതി. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. ഓക്കെ, എക്സ് × എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് × 7 7x പ്ലസ് 3 × x 3x പ്ലസ് 3 × 7 21. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7 + 3 x പ്ലസ് 21. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 21 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് നമ്പറിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ നമ്പറിന് ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ എക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിൽ രണ്ടിലും 40 കോമൺ ആണ്. സോ അതുകൊണ്ട് നമ്മൾ 40ക്ക് പകരം എക്സ് ഇട്ട് കൊടുക്കുന്നു. ശേഷം അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ആൽജിബ്രിക് ഐഡൻറ്റിറ്റി കിട്ടും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്താൽ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. 81 × 82. അപ്പം ഇത് നമുക്കൊന്ന് ചെയ്യാം. 81 × 82 എന്നുള്ളതിനെ 80 + 1 × 80 + 2 എന്ന് എഴുതി കൊടുക്കുക. അന്നേരം നമ്മൾ ആൻസർ ചെയ്യാം കേട്ടോ. ആൻസർ അവിടെ ഇമ്പോർട്ടൻ്റ് ഇല്ല, നിങ്ങൾ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സൈഡിൽ ആൻസർ എഴുതി കൊടുത്താൽ മതി. പക്ഷെ അതല്ല, നിങ്ങളോട് ആ സ്റ്റെപ്പും കൂടി എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യാൻ നിൽക്കുന്നില്ല, അറിയാമല്ലോ നമുക്ക് എങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ആൻസർ നമുക്ക് കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു സ്റ്റെപ്പാണ്. സോ നമ്മൾ അതിനെ എങ്ങനെ എഴുതി കൊടുക്കുക? ഇതിൽ രണ്ടിലും 80 എന്ന് പറയുന്നത് കോമൺ ആയിട്ടുണ്ട്. സോ നമ്മൾ 8നെ എക്സ് ആയിട്ട് എടുക്കുക. അതായത് ഈ ഒരു മൾട്ടിപ്ലിക്കേഷനെ നമ്മളൊരു ജനറൽ ഫോമിലേക്ക് മാറ്റുകയാണ്. എക്സ് പ്ലസ് 1 × എക്സ് പ്ലസ് 2. ഓക്കെ, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആവും എക്സ് × എക്സ് (x² + x × 2 (2x) + 1 × x (1x) + 1 × 2 (2). അപ്പോൾ (x² + 2 + 1 x + 2). അപ്പോൾ (x² + 3x + 2) എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഈ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ. ഇത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അതായത് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിനെ മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആക്കുക. ഇതിപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തായിരുന്നല്ലോ അല്ലേ? ആ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഫൈനലായിട്ട് ആൻസർ ചെയ്തുമ്പം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിനെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആക്കുന്ന ആ ഒരു ടിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 1 × എക്സ് പ്ലസ് 2. ആദ്യം എന്ത് ചെയ്യുക? ഒന്നാമത്തെ ബ്രാക്കറ്റിനുള്ളിലുള്ള എക്സിനെ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള 2 ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് എക്സ് × എക്സ് അഥവാ (x² പ്ലസ് പിന്നെ എക്സ് × 2 (2x). പിന്നെ രണ്ടാമത്തെ ടേം എടുക്കുക, അതുപോലെ തന്നെ ഈ ബ്രാക്കറ്റിലുള്ള 2 ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × x (1x) + 1 × 2 (2). അപ്പോൾ എന്താ ആൻസർ വരിക? (x² + 2x + 1x) എന്ന് പറയുമ്പം 3x + 2. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ചെയ്യാം. എക്സ് × എക്സ് (x² + x × 8 (8x) + 2 × x (2x) + 2 × 8 (16). അപ്പം (x² + 8x + 2x) എന്ന് പറയുമ്പം 10x അല്ലേ? 8xും 2xും കൂട്ടിക്കഴിഞ്ഞാൽ 10x + 16. ഇത് ചെയ്യുകയാണെങ്കിൽ x × x (x² + x × 7 (7x) + 3 × x (3x) + 3 × 7 (21). അപ്പം (x² + 7x + 3x) എന്ന് പറയുന്നത് 10x ആണ് + 21. ഇനി ഇതിനെ ചെയ്യുകയാണെങ്കിൽ x × x (x² + x × 3 (3x) + 5 × x (5x) + 5 × 3 (50). അപ്പോൾ എന്ത് വരും? (x² + 3x + 5x) എന്ന് പറയുമ്പം 8x + 15. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരാം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ബ്ലൂ ബോക്സിൽ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ചെയ്യാം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആവും. പിന്നെ ഞാനിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊരു ബ്ലൂ ബോക്സിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് x + a ആൻഡ് x + b ഈസ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ (x² + a + bx + ab). ഇതൊരു ബ്ലൂ ബോക്സിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, വേറൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനാണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. നമുക്ക് ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ടും ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഓരോ ടോപ്പിക്കിലും ഈ ഒരു ഇക്വേഷൻ ആവശ്യമുണ്ട്. സോ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽ ഫാക്ടേഴ്സ്. ഈ ടോപ്പിക്ക് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അഥവാ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരും. ഉദാഹരണത്തിന് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ (x² +
AX പ്ലസ് C. ഓക്കെ, ഉദാഹരണത്തിന് തന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ x² പ്ലസ് 5x പ്ലസ് 6. ഓക്കെ, ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരും. ഇതെങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണെന്ന് നമുക്ക് മനസ്സിലായത്. ഇതിൽ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ 2 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നതിന് ശേഷം ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതാൻ പറയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ ഈ ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ? x² പ്ലസ് a പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. ഇത് ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെയാണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി മാറ്റേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷനെ നേരെ തലതിരിച്ച് എഴുതിയത്. ഓക്കെ, എങ്ങനെ എഴുതിയാലും ഇക്വേഷൻ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോമിലാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് ആക്കേണ്ടത് ഈ ഫോമിലേക്കാണ്. ഓക്കെ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇതിനെ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റാക്കി എഴുതണം. അതാണ് സംഭവം. അപ്പോൾ ഈ സംഭവമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ x² അവിടെ x² തന്നെ ഉണ്ട്. ഓക്കെ, ഇനി a പ്ലസ് ബി എക്സ് എന്നതിൻ്റെ അവിടെ 5x എന്നാണുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? a പ്ലസ് ബി എന്ന് പറയുന്നത് 5 എന്നാണല്ലോ, അല്ലേ? a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. കാരണം a പ്ലസ് ബി എക്സ് എന്നുള്ളതിൻ്റെ അവിടെ 5x എന്നാണുള്ളത്. സോ a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 നമ്മൾ എഴുതി കൊടുത്തു. ഇനി എ ബിൻ്റെ അവിടെ ഇവിടെ ഉള്ളത് 6 ആണ്. ഈ ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ് എ ബിൻ്റെ അവിടെ വരുന്നത്. സോ നമുക്ക് ഇതാ എ ബി ഈസ് ഈക്വൽ ടു 6. ഇതിൽ നമുക്ക് മനസ്സിലായത് ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, എയും ബിയും, അത് ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം കിട്ടണം. ഓക്കെ, 2 നമ്പേഴ്സ് എ ആൻഡ് ബി ആഡ് ചെയ്താൽ 5 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. ആ നമ്പേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ നമ്പേഴ്സ് ഏതാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. 2ഉം 3ഉം എടുത്ത് നോക്കൂ. 2 + 3 എത്രയാണ്? 5. അതുപോലെ 2 × 3 എത്രയാണ്? 6. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 5ഉം അതേ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം കിട്ടണം. സോ നമ്മുടെ ആൻസർ 2ഉം 3ഉം ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ രണ്ട് നമ്പേഴ്സ്. ഇതോടെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇക്വേഷനുമായിട്ട് തന്നിട്ടുള്ള ഇക്വേഷനെ കമ്പയർ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എൻ്റെയും ബീൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെയും ബീൻ്റെയും വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ഈ ഒരു ഫോമിലേക്ക് എഴുതി കൊടുത്താൽ നമ്മുടെ ആൻസർ ആവും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന ഫോമിലേക്ക് ഇതിനെ മാറ്റുക. അഥവാ എക്സ് പ്ലസ് എ നമുക്ക് കിട്ടി 2 ആണ്, ബി നമുക്ക് കിട്ടി 3 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാക്കി എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആണ്. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം നിങ്ങൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എ പ്ലസ് ബി എന്താണ്, എ ബി എന്താണെന്ന് എഴുതി വെക്കുക. ശേഷം അതിൽ നിന്ന് എൻ്റെയും ബീൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അത് നമ്മൾ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നുള്ളതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ ആവും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ അറിയിക്കുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x² പ്ലസ് 7x പ്ലസ് 6. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാവുന്ന ഇക്വേഷനുമായിട്ട് തന്നിരിക്കുന്ന ഇക്വേഷനെ കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ ഏതാണ്? x² പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. ഈ ഇക്വേഷനാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഇതിൽ x²ൻ്റെ നേരെ x² തന്നെ ഉണ്ട്, എ പ്ലസ് ബീൻ്റെ നേരെ 7 ആണുള്ളത്, എ ബിക്ക് നേരെ 6 ആണുള്ളത്. സോ നമുക്ക് എഴുതി കൊടുക്കാം എ പ്ലസ് ബി 7 ആണ്, എ ബി 6 ആണ്. സോ ഏതോ രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബി അത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. അതുപോലെ അതേ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 7 കിട്ടണം. അത് ഏത് നമ്പേഴ്സാണ്? ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. ആദ്യം നിങ്ങൾ നോക്കുക, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. 6നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ്, ഒന്ന് 1 × 6 6 ആണ്, അതുപോലെ 2 × 3 6 ആണ്. ഇതിൽ 1 × 6 6 ആണ്, 2 × 3 6 ആണ്. പക്ഷെ ആഡ് ചെയ്താൽ 7 കിട്ടണം. 1 + 6 7 ആണ്, 2 + 3 5 ആണെന്നുള്ളൂ. സോ നമുക്ക് കിട്ടും, ഇതാണ് നമ്മുടെ ആൻസർ വരിക.
അഥവാ 1 + 6 7 ആണ്, 1 × 6 6 ആണ്. സോ നമ്മുടെ എ എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബി എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ വാല്യൂസ് എഴുതി കൊടുക്കുക. എ = 1, ബി = 6. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് അത് ഇട്ട് കൊടുക്കുക. x + a × x + b = x + 1 × x + 6. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ആൻസറിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും കൂടി എഴുതി കൊടുക്കാം. x² + 7x + 6. അതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് x + 1 × x + 6 എന്ന 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കൂടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. x² + 3x + 2. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. x² + a + bx + ab = x + a × x + b. ഓക്കെ, x²ൻ്റെ നേരെ x² തന്നെ ഉണ്ട്. a + bക്ക് നേരെയാണ് ഇവിടെ 3 ഉള്ളത്. സോ a + b = 3. എ ബിക്ക് നേരെ ഇവിടെ ഉള്ളത് 2 ആണ്. സോ എ ബി = 2. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടണം. അതിൻ്റെ പോസിബിലിറ്റി ഒന്ന് 1 × 2 ആണ്, അല്ലെങ്കിൽ 2 × 1 ആണ്, അല്ലേ? ആ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. സോ 1 × 2, നമ്മളിപ്പം ഫ്രാക്ഷൻസ് ഒന്നും എടുക്കരുത് കേട്ടോ, സാധാ നമ്പേഴ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ 1 × 2 2 ആണ്, അതേ ഉള്ളൂ ഇവിടെ പോസിബിലിറ്റി വരുന്നത്. അതുപോലെ 1 + 2 എന്താണ്, 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി രണ്ടാമത്തെ സ്റ്റെപ്പിൽ a = 1, b = 2. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ x + a × x + b = x + 1 × x + 2. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ്റെ അഥവാ x² + 3x + 2 എന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം? x² + 3x + 2 = x + 1 × x + 2. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ x² + 5x + 4 ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തരും. അതിനെ നമ്മൾ 2 ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതുക. ശേഷം അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്ന് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വരും. അപ്പം നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണോ ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അല്ല, പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്, അല്ലെങ്കിൽ പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞിരുന്ന മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തരാണ് x² + 5x + 6 = 0. എന്നിട്ട് നമ്മളോട് പറയാണ് ഒന്നുകിൽ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണല്ലോ. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതുക. അപ്പോൾ എങ്ങനെയാണ് വരിക? നമുക്കറിയാം എങ്ങനെയാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി എഴുതുക. ആദ്യം നമ്മൾ ഈ ഇക്വേഷനെ നമുക്കറിയാവുന്ന ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. x² + a + bx + ab = x + a × x + b. ഓക്കെ, ഇതിൽ x²ൻ്റെ നേരെ x² തന്നെ ഉണ്ട്, a + bൻ്റെ നേരെ 5 ആണ്, എ ബിക്ക് നേരെ 6 ആണ്. സോ a + b = 5, ab = 6. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക? എയും ബിയും കണ്ടുപിടിക്കുക. അതെന്തായിരിക്കും? ഏത് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും 6 കിട്ടുക? 2 × 3 ചെയ്യാം, അല്ലെങ്കിൽ 1 × 6 ചെയ്യാം. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 5ഉം കിട്ടണം. 1 + 6 5 അല്ല. സോ 2 + 3 5 ആണ്. സോ നമ്മൾ എടുക്കുക 2ഉം 3ഉം ആണ്. അപ്പോൾ a = രണ്ടാമത്തെ സ്റ്റെപ്പിൽ എൻ്റെ വാല്യൂ എഴുതി കൊടുക്കുക, ബീൻ്റെ വാല്യൂ എഴുതി കൊടുക്കുക. a 2 ആണ്, b 3 ആണ്. സോ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി എഴുതുമ്പോൾ x + 2 × x + 3. ഓക്കെ, ഇത്രയും എഴുതാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ = 0 ആണ് കിട്ടുന്നത്. സോ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസറും 0 ആയിരിക്കും. x + 2 × x + 3 0 ആണെങ്കിൽ
ഒന്നുകിൽ x+2 0 ആയിരിക്കും, അല്ലെങ്കിൽ x+3 0 ആയിരിക്കും അല്ലേ. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിലാണ് ആൻസർ 0 കിട്ടുള്ളൂ. സോ ഒന്നുകിൽ x+2 0 ആയിരിക്കും, ഓർ x+3 0 ആയിരിക്കും. x+2 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് 2 റൈറ്റ് സൈഡിലേക്ക് പോകും, -2 ആവും. ഓർ x+3 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് 3 റൈറ്റ് സൈഡിലേക്ക് പോകും, -3 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഒന്നുകിൽ x -2 ആവാം, അല്ലെങ്കിൽ x -3 ആവാം. ഈ രീതിയിലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതേ ഭാഗത്ത് നിന്ന് നമുക്കൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് x² - x - 1. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം AB = 1 ആണ്, A + B = -1 ആണ്. കാരണം എക്സിന് മുമ്പിൽ ഇവിടെ ഒരു നമ്പറും ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ -1 ആണ്. ഇതെങ്ങനെ ഞാൻ ഇത് A + B AB എന്നൊക്കെ കണ്ടുപിടിച്ചത്? ജസ്റ്റ് നമ്മുടെ മറ്റേ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, ഇതിൽ AB-ക്ക് നേരെ -1 ആണുള്ളത്, A + B-ക്ക് നേരെ -1 ആണുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ A + B-യും -1 ആണ്, AB-യും -1 ആണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിലാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ A - B² = A + B² - 4AB. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇത് ബൈഹട്ടാക്കി വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, A - B² = A + B എന്ന് പറയുന്നത് -1 ആണ്, അതിൻ്റെ സ്ക്വയർ -4 ഇൻറ്റു AB എന്ന് പറയുന്നത് -1 ആണ്. സോ AB -1. ഇനി -1ൻ്റെ സ്ക്വയർ 1 ആണ്, -4 ഇൻറ്റു -1 രണ്ടും മൈനസ് ആയതുകൊണ്ട് ആൻസർ പ്ലസ് ആയിരിക്കും. 4 ഇൻറ്റു 1 4. അപ്പോൾ ആൻസർ വരുന്നത് 5. A - B² 5 ആണ്. അങ്ങനെയാണെങ്കിൽ A - B എന്ന് പറയുന്നത് √5 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് A - B എന്താണെന്നുള്ളത് ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ എന്താക്കുക, നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന് A + B = -1 ആണെന്നും കിട്ടി, രണ്ട് A - B = √5 ആണെന്നും കിട്ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ 1 + 2 ചെയ്യുക, പിന്നെ നമ്മൾ 1 - 2 ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് രണ്ട് ഇക്വേഷനെയും ആഡ് ചെയ്യുക, പിന്നെ രണ്ട് ഇക്വേഷനെയും മൈനസ് ചെയ്യുക. അപ്പോൾ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്യുകയാണെങ്കിൽ A + B + A - B. ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ളതിനൊക്കെ ആഡ് ചെയ്യുക, ശേഷം റൈറ്റ് സൈഡിലുള്ളതിനെ ആഡ് ചെയ്യുക. -1 + √5. ഓക്കെ, ഇനി A + B + A - B എന്ന് പറയുമ്പോൾ A + B + A - B, അതിന് ഞാനൊന്ന് ബ്രാക്കറ്റ് ഒഴിവാക്കി എഴുതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ബിയും ഉണ്ട് -ബിയും ഉണ്ട്. സോ അത് രണ്ടും കട്ടാവും. ഇവിടെ വരെ 2A = എന്താണ്, -1 + √5. ഓക്കെ, അതിനെ വേണമെങ്കിൽ √5 - 1 എന്ന് നമുക്ക് എഴുതാം. ഒന്ന് ജസ്റ്റ് -1നെ അപ്പുറത്ത് കൊണ്ടുപോയി എഴുതിയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ 2A = √5 - 1 ആണ്. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് √5 - 1 / 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇത് താഴേക്ക് പോകുമ്പം ഡിവിഷൻ ആവും. അപ്പോൾ A = ഇത്ര എന്നുള്ളത് നമുക്ക് കിട്ടി. ഇതുപോലെ നമ്മൾ ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ 1 - 2 ചെയ്യുക. ഇവിടെ 1 + 2 ചെയ്തു, ഇവിടെ 1 - 2 ചെയ്യാം. അപ്പം 1 - 2 എന്ന് പറയുമ്പം A + B - A - B = -1 - √5. ഓക്കെ, അപ്പം A + B - A, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ ഇത് പ്ലസ് ആവും, +B അല്ലേ. അതായത് നമ്മൾ ഈ മൈനസിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ -A തന്നെ വരും, പക്ഷെ ഇവിടെ 2 മൈനസ് ആവും, അപ്പോൾ അത് പ്ലസ് ആവും. ഓക്കെ, = -1 - √5. ഇനി A + B - A + B, ഇതിൽ Aയും -Aയും ഉണ്ട്. സോ അത് രണ്ടും കട്ടാവും. ഇവിടെ B + B ആണ് വരിക, 2B = ഇതിനൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് -1 - √5 എന്നാണുള്ളത്. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തത്, അത് നമ്മൾ മൈനസ് ചിഹ്നം പുറത്തെടുത്തിട്ട് ചെയ്താണെങ്കിൽ 1 - √5. ഓക്കെ, മൈനസിനെ പുറത്തെടുക്കുമ്പം ഇതിനുള്ളിൽ പ്ലസ് അല്ലേ വരിക, ഇതിന് നടുവിൽ പ്ലസ് ആണ് വരിക. സോ ഇങ്ങനെ വരും. ഇതിന് നമ്മൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്താണെങ്കിൽ 2B =
√5 + 1 എന്ന് ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു √5 + 1/2. മൈനസ് ഉണ്ട് കേട്ടോ, -√5 + 1/2. അപ്പോൾ നമുക്ക് ബീൻ്റെ വാല്യൂവും കിട്ടി, അതുപോലെ എൻ്റെ വാല്യൂവും കിട്ടി. നമുക്കിപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും അല്ലേ. x + a × x + b എന്നുള്ളതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വേണ്ടത്. സോ ഇവിടെ a എന്ന് പറയുന്നത് √5 - 1/2 ആണ്. സോ x + √5 - 1/2 ഇൻറ്റു x + √5 + 1/2ൻ്റെ മൈനസ്. ഓക്കെ, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. x + a × x + b എന്ന് പറയുന്നത് നമ്മൾ എൻ്റെയും ബീൻ്റെയും ഇപ്പോൾ കിട്ടിയ വാല്യൂസ് എടുത്തിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തരുന്ന ഇക്വേഷൻ എപ്പോഴും 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് തരിക. സോ നമ്മൾ എഴുതുന്ന ആൻസറിനെയും 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെയാണ് നമ്മൾ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതിയത്. സോ അതും 0 ആയിരിക്കും. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 0 ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സും 0 ആയിരിക്കും. സോ 0 എഴുതി. ഇനി എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടുമെങ്കിൽ ഒന്നുകിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും. സോ ഒന്നുകിൽ x + √5 - 1/2 എന്നുള്ളത് 0 ആയിരിക്കാം, അല്ലെങ്കിൽ x - √5 + 1/2 എന്നുള്ളത് 0 ആയിരിക്കാം. ഓക്കെ, ഇത് 0 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഈ √5 - 1/2 അപ്പുറത്തേക്ക് പോകുമ്പം -√5 - 1/2 ആവും. അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു -√5 + 1/2 എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം +√5 + 1/2 എന്നാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സിൻ്റെ 2 പോസിബിലിറ്റീസ് നമുക്ക് കിട്ടി. ഈ രീതിയിലാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ a + bയും a bയും നമുക്ക് സെയിം വാല്യൂസാണ് കിട്ടിയത്. സോ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ a - b കണ്ടുപിടിച്ചു. ഓക്കെ, ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് a + b നമുക്ക് ഓൾറെഡി അറിയാം, a - b നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ രണ്ടിൻ്റെയും ഇക്വേഷൻ 1, 2 എന്ന് പറഞ്ഞ് എഴുതി. 1 + 2 ചെയ്തപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ, ഇക്വേഷൻ 1 - 2 ചെയ്തപ്പം ബീൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ശേഷം നമ്മളതിൽ അത് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്തു. സോ നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടുക. അങ്ങനെ നമ്മളത് കണ്ടുപിടിച്ചു. അതിനുശേഷം അതിനെ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്തു. ശേഷം നമ്മൾ അതിൽ ഓരോന്നിനെയും 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇവിടെ മുതലുള്ള സ്റ്റെപ്പ് നേരത്തെ ചെയ്ത അതേപോലെയാണ്. ഇവിടെ എയും ബിയും കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, ജനറൽ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ x² + 5x + 6 ഇങ്ങനെയുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് x² മുന്നിൽ ഒരു വേരിയബിൾ വരുന്ന ടൈപ്പ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അഥവാ ഇപ്പോൾ ഇവിടെ x² മുന്നിൽ 2 ആണ്, ഇനി അല്ലെങ്കിൽ x² മുന്നിൽ 3 ആയിരിക്കാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം 2x² + 3x - 2 ഇങ്ങനൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത x² മുന്നിൽ ഒരു വേരിയബിൾ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ ചെയ്തതിന് x² മുന്നിൽ വേരിയബിൾ ഉണ്ടായിരുന്നില്ല, 1 ആയിരുന്നു അല്ലേ, വേരിയബിൾ 1 ആയിരുന്നു. ഇവിടെയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3, 4 ഒക്കെ വരുമ്പം എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ ഇക്വേഷനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇട്ടുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. അഥവാ നമ്മുടെ x ഈസ് ഈക്വൽ ടു -b ± √b² - 4ac/2a. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഈ ഇക്വേഷനിലെ ഓരോ ടേംസിനെ ഇട്ട് കൊടുക്കുക. അതായത് 2 എന്ന് പറയുന്നത് a ആയിട്ട് എടുക്കുക, 3 എന്ന് പറയുന്നത് b ആയിട്ട് എടുക്കുക, -2 എന്ന് പറയുന്നത് c ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ x ഈസ് ഈക്വൽ ടു -3 ± √3² - 4 × 2 × c എന്ന് പറയുന്നത് -2 ഡിവൈഡഡ് ബൈ 2 × 2. അപ്പോൾ എന്ത് വരും, -3 ± √3² എന്ന് പറയുന്നത് 9, -4 × 2 8 ആണ്, 8 × -2, 8 × -2 എന്ന് പറയുമ്പോൾ -16, പ്ലസ് ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. സോ -16 മൈനസും ആകുമ്പം +16 വരും, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം
-3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 + 16 എന്ന് പറഞ്ഞാൽ 25/4. ഒന്നുകിൽ എക്സ് -3 പ്ലസ് റൂട്ട് 25/4 ആയിരിക്കും, ഓർ എക്സ് -3 മൈനസ് റൂട്ട് 25/4 ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ റൂട്ട് 25 എന്ന് പറയുന്നത് 5 ആണ്. സോ -3 + 5/4 അഥവാ 5 - 3/4 2/4 അല്ലെങ്കിൽ 1/2 ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു -3, റൂട്ട് 25 എന്ന് പറയുന്നത് 5 ആണ്. സോ -5 / 4. -3 - 5 എന്ന് പറയുന്നത് -8 ആണ് / 4. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാം -2. ഓക്കെ, ഒന്നുകിൽ 1/2 ആയിരിക്കും അല്ലെങ്കിൽ -2 ആയിരിക്കും. ഇത് നമുക്കൊന്നുകിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇതൊരു മെത്തേഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മുടെ എക്സ്കോറിന് മുന്നിൽ വേരിയബിൾ വരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജസ്റ്റ് അവിടെ ഒരു യെല്ലോ ബോക്സിലെങ്ങാണ്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കാം. അത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന പാഠത്തിലും ആവശ്യമുള്ളതാണ് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് കണ്ടു പഠിക്കാം കേട്ടോ. അതും ഇതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റൊക്കെ ആയിട്ട് ഏകദേശം സെയിം ആയിട്ടുള്ള കൺസെപ്റ്റാണ് ആ ചാപ്റ്ററിലും വരുന്നത്. ഫസ്റ്റത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാതുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സോ ഇനി അഥവാ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വർക്ക് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കാം. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുക. അഥവാ 2x² + 3x - 2 എന്നുള്ളതിൽ 2നെ നമ്മൾ പുറത്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ x² എഴുതാം. ഓക്കെ, 2x² എന്നുള്ളതിൽ 2നെ പുറത്തെടുത്ത് x² എഴുതി. ഇനിയുള്ള ഓരോ ടേമിനെയും ഈ പുറത്തെടുത്ത ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ പുറത്തെടുത്തത് 2 ആണ്. സോ ഇനിയുള്ള ഓരോ ടേമിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 3/2x - 2/2 = 0. ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 × ഈ ഇക്വേഷൻ ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ ഫുൾ കാൽക്കുലേഷൻ ചെയ്താൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും എന്നാണല്ലോ അർത്ഥം. കാരണം 2 × 0 ആണ് 0 ആവുള്ളൂ. 2 × വേറെ ഏതൊരു നമ്പർ ചെയ്താലും 0 ആവില്ല. സോ നമ്മുടെ ഈ ഇക്വേഷൻ മുഴുവനും 0 ആയിരിക്കും. അഥവാ x² + 3/2x - 2/2 എന്നുള്ളതിനെ -1 എന്ന് എഴുതാം = 0. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യാം. ഇത് നമുക്കിപ്പം സാധാരണ രീതിയിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അഥവാ 2നെ നമ്മൾ പുറത്തെടുത്ത് എഴുതിയത് കൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ, x² + a + bx + ab അല്ലേ. ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ എക്സിന് മുന്നിൽ വരുന്നത് a + b, ഇവിടെ എക്സിന് മുന്നിൽ വരുന്നത് 3/2. സോ 3/2 ആണ് a + b. ഇവിടെ എ ബിക്ക് നേരെ വരുന്നത് -1 ആണ് അല്ലേ. സോ ab -1. അഥവാ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് a + b 3/2 ആണ്. അതുപോലെ എ ബി എന്ന് പറയുന്നത് -1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇത് കിട്ടി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 3/2 കിട്ടുക എന്നുള്ളത് നമുക്ക് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഏത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് -1 കിട്ടുക എന്നുള്ളതും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കണക്ക് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് യൂസ് ചെയ്യുന്നു. അഥവാ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ് a - b² - b² = a + b² - 4ab. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി a - b² അതുപോലെ എഴുതി കൊടുക്കുക. a + b² എന്ന് പറയുമ്പോൾ 3/2² -4 × ab എന്ന് പറയുമ്പോൾ -1. ഓക്കെ, അപ്പോൾ എന്ത് വരും, 3/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 3ൻ്റെ സ്ക്വയർ 9 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, -4 × -1 അല്ലേ. 4 × -1 എന്ന് പറയുന്നത് -4 ആണ്. അത് കൂടാതെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ നമ്മുടെ നടുവിലത്തെ ചിഹ്നം പ്ലസ് ആവും, +5. ഓക്കെ, 5 അല്ല 4, കാരണം എന്താ, 4 × 1 4 ആണ്. ഇവിടെ 2 മൈനസ് ഉള്ളത് കൊണ്ട് പ്ലസ് ആയി. ഓക്കെ, അപ്പോൾ 9/4 + 4 എത്രയാണ്? ഇത് നമുക്ക് നമ്മുടെ ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുന്നത് പോലെ ചെയ്യാം. 4/1 ആക്കി ചെയ്താൽ ശേഷം ബട്ടർഫ്ലൈ മെത്തേഡ് യൂസ് ചെയ്യാം. 1 × 9 9 + 4 × 4 16 / 4 × 1 4. അപ്പോൾ 25/4 എന്നാണ് നമുക്ക് കിട്ടുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 25/4 ആയിരിക്കും. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 25/4 ആണ്. അങ്ങനെയാണെങ്കിൽ a മൈനസ് ബി കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. അപ്പോൾ സ്ക്വയറും റൂട്ടും കട്ടാവും. അപ്പോൾ a മൈനസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് 25 എന്ന് പറയുന്നത് 5 ആണ്, റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്, 5/2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നേരം കിട്ടിയത് a പ്ലസ് ബി 3/2 ആണെന്ന് കിട്ടി. അതിന് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനായി എഴുതി. അതുപോലെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു a മൈനസ് ബി 5/2 ആണ്. അതിനെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എഴുതി. എന്താണ്? a പ്ലസ് ബി 3/2 ആണ്, അതുപോലെ a മൈനസ് ബി 5/2 ആണ്. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1, 2 എന്നാക്കി എഴുതാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ആദ്യം ഇക്വേഷൻ 1 + 2 ചെയ്യുക, പിന്നെ ഇക്വേഷൻ 1 - 2 ചെയ്യാം. ഓക്കെ, എന്തിനാണ്? a കിട്ടും, b കിട്ടും. അത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് 1 + 2 ചെയ്യുക, പിന്നെ ഒന്ന് 1 - 2 ചെയ്യുക. അപ്പോൾ 1 + 2 ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടിനെ ആഡ് ചെയ്യുക. അതോ ഇവിടെ a പ്ലസ് ബി പ്ലസ് a മൈനസ് ബി ഇസ് ഈക്വൽ ടു, പിന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള രണ്ടിനെ ആഡ് ചെയ്യുക. 3/2 പ്ലസ് 5/2. ഓക്കെ, a പ്ലസ് ബി പ്ലസ് a മൈനസ് ബി. ഇതിൽ നിങ്ങൾക്ക് കാണാം ബിയും ഉണ്ട് മൈനസ് ബിയും ഉണ്ട്. സോ b മൈനസ് ബി എന്ന് പറയുമ്പം രണ്ടും ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ ഉള്ളത് 2a മാത്രമാണ്. അപ്പം 2a ആണ് ഇവിടെ ബാക്കിയുള്ളത്. 2a ഇസ് ഈക്വൽ ടു 3/2 പ്ലസ് 5/2. നമുക്കറിയാം ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുമ്പം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററിന് അങ്ങനെ തന്നെ വെക്കുക, മുകളിലുള്ളതിനെ മാത്രം ആഡ് ചെയ്യുക. 3 + 5 എന്ന് പറയുന്നത് 8. സോ 8/2 4 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ 2a ഇസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് 4/2 അഥവാ 2 ആയിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. അപ്പം a 2 ആണെന്ന് കിട്ടി. b കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 1 - 2 ചെയ്യുക. അപ്പം a പ്ലസ് ബി മൈനസ് a മൈനസ് ബി എന്ന് വരും, ഇസ് ഈക്വൽ ടു 3/2 മൈനസ് 5/2 എന്നും വരും. അപ്പം എന്താ വരിക? a പ്ലസ് ബി മൈനസ് a മൈനസ് ബി. ഇതിനൊന്നും കൂടി മാറ്റി ഇതാണെങ്കിൽ a പ്ലസ് ബി, ഈ മൈനസിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. ഒന്ന് -a ആകും. അതുപോലെ ഇവിടെ മൈനസ് ഉണ്ട്, അത് കൂടാതെ ഇവിടെയും ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസ് വരുമ്പം പ്ലസ് ആകും. സോ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 3/2 മൈനസ് 5/2. ഇങ്ങനെയാണ് വരിക. ഇതെന്താ വരിക? ഇവിടെ എയും -aയും ഉണ്ട് അല്ലേ? എയും -aയും ഉണ്ടെങ്കിൽ അത് രണ്ടും കട്ടാവും. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 2b മാത്രമാണ് അല്ലേ? അപ്പം 2b ഇസ് ഈക്വൽ ടു 3/2 മൈനസ് 5/2. അതെത്രയാണ്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ സെയിം ആയിരിക്കും, 2 തന്നെ ഇതാ. അതുപോലെ 3 - 5 ആണ്. 5 - 3 2 ആണ്. സോ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിനെ കുറക്കുമ്പോൾ മൈനസ് ചിഹ്നം വരും. അപ്പോൾ -2 ആയിരിക്കും ആൻസർ. -2/2 -1 ആണ് കിട്ടുക. അപ്പോൾ 2b -1 ആണ്. അങ്ങനെയാണെങ്കിൽ b എന്ന് പറയുന്നത് -1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറായി. അഥവാ എയും നമ്മൾ കണ്ടുപിടിച്ചു, ബിയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? x + a × x + b എഴുതി കൊടുക്കുക. കാരണം എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമുക്കറിയാം അതിനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആക്കി എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ x + a × x + b ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? x + a എന്ന് പറയുന്നത് 2 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഇൻറ്റു x + b എന്ന് പറയുന്നത് -1/2 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇനി ഇത് 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താ? ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 0 ആണ്. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി എഴുതിയത്. സോ ഇതിൻ്റെ പ്രൊഡക്റ്റും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അഥവാ ഇപ്പം നമ്മൾ 6 = 0 ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. ഇവിടെ 6 അല്ല, നമ്പർ അല്ല വരുന്നത്, x ആണ് വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 2 × 3 = 0 ആയിരിക്കില്ലേ? അപ്പം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അത് മുഴുവൻ ആഡ് ചെയ്താൽ 0 കിട്ടുന്നുണ്ടെങ്കിൽ അതേ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെയാണ് നമ്മൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി എഴുതിയിട്ടുള്ളത്. സോ അതും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കണം. സോ നമുക്ക് എഴുതാം, ഒന്നുകിൽ x + 2 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഓർ x - 1/2 0 ആയിരിക്കണം. ഓക്കെ, അപ്പം x + 2 0 ആണെങ്കിൽ x എന്തായിരിക്കും? 2 റൈറ്റ് സൈഡിലേക്ക് പോകും, -2 ആവും. x -2 ആയിരിക്കും. ഓർ x - 1/2 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ x -2 ആവാം, അല്ലെങ്കിൽ x 1/2 ആവാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്തതിനേക്കാളും ഈ സ്റ്റെപ്പ് കുറച്ച് വലുതാണ്. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ചിലപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പായിരിക്കും വേണമെങ്കിൽ ഡൗട്ട് ആയിട്ടുണ്ടാവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക്